நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തല്ലേ എങ്കിൽ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ അമ്മയെ തടഞ്ഞത് ഞാൻ ഇവളുടെ ഭാഗത്തായതുകൊണ്ടല്ല. എന്തർത്ഥത്തിലാ നമ്മളെ പിരിക്കാൻ ശ്രമിക്കുന്നത് അമ്മയാണെന്ന് നീ പറഞ്ഞത്? താലികെട്ട് ചടങ്ങ് നിർത്തിവെച്ചത് അമ്മയാണോ? ആ ചടങ്ങ് നടത്തില്ലെന്ന് പ്രതിജ്ഞയെടുത്തത് നീയല്ലേ? നമ്മുടെ കുടുംബജീവിതത്തിന്റെ ശത്രു നീ തന്നെയാ. യുദ്ധം ചെയ്യേണ്ടത് നിന്റെ നിഴലിനോട് തന്നെയാ. എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇന്ന് അമ്മയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കണം. എന്നിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിൽ ഓഫീസിൽ കൊടുത്തയക്കണം. ശരി മോനെ, ഇനി എന്നും നിന്റെ ഭക്ഷണക്കാര്യത്തില് അമ്മയുടെ ഒരു കണ്ണുണ്ടാവും. എന്റെ രണ്ട് കണ്ണും ഞാൻ ഗൗതമന്റെ ഭക്ഷണത്തിലേക്ക് തുറന്നു വെച്ചിരിക്കും. അടിച്ചു മാറ്റി കഴിക്കാനായിരിക്കും. ബൈ അമ്മേ, ബൈ പാറു. ഗൗതം, ഗൗതം, ഗൗതം പോലെ നിക്ക്. ദേവി, ഇത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ആഹാരം കഴിച്ചിട്ട് പോ. നീ അടക്കമുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഏറ്റവും വലിയ പ്രശ്നം ഈ ഭക്ഷണമാ. കൃത്യസമയത്ത് രുചിയുള്ള ഭക്ഷണം. പക്ഷേ ഞാൻ അടക്കമുള്ള ആണുങ്ങൾ ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കാറേയില്ല. ഞങ്ങൾ കരുതുന്നത് നിങ്ങളൊക്കെ എല്ലാം കഴിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കഴിയണമെന്നാ. സമ്മതിച്ചു, ആണുങ്ങൾ ഭയങ്കര സംഭവം തന്നെയാ. നിങ്ങൾ സ്വന്തം ഭക്ഷണം പോലും മറന്ന് പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ജോലി ചെയ്യുന്നവരാ. പക്ഷേ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇതേ ഭക്ഷണത്തിൽ നിന്നാ. ഓ പിന്നെ, നീ വരുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു. അന്ന് ഞാൻ ഇതിനേക്കാൾ നന്നായി ജോലി ചെയ്തിരുന്നു. ഭാര്യയുടെ ജോലി ഭർത്താവിനെ ആഹാരം കഴിപ്പിക്കുക എന്നതാണെങ്കിൽ എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഒരു നല്ല കുക്കിനെ വെച്ചാ പോരെ? കറക്റ്റ് ചോദ്യ. ഭാര്യയും പാചകവും തമ്മിൽ ഒരു ബന്ധമില്ല. ഭാര്യമാർക്ക് കുക്കിംഗ് അല്ലാതെ എന്തെല്ലാം ജോലി വേറെ കിടക്കുന്നു. ഭർത്താവ് ഉണ്ടാക്കുന്ന കാശ് ചെലവഴിക്കണമെങ്കിൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാ. ഈ കഷ്ടപ്പാട് വല്ല ആണുങ്ങൾക്ക് അറിയണോ? ആ മോളെ, നിന്നെ വിളിക്കണമെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലോർത്തതേ ഉള്ളൂ. അപ്പോഴേക്കും നീ വിളിച്ചു. എന്റെ അമ്മേ, ഇവിടെ സൂപ്പർ വഴക്കായിരുന്നു. നിധി ഉണ്ടാക്കിയ ഭക്ഷണം പോലും കഴിക്കാതെയാ ഗൗതമൻ ഓഫീസിൽ പോയത്. ആണോ? ആ എരണം കെട്ടവൾക്ക് തല്ലു വല്ലതും കിട്ടിയോ? വസുന്ധരാന്റി അവൾക്ക് ടോങ്ങിയതാ. പക്ഷെ ഗൗതം തടഞ്ഞതുകൊണ്ടാ കൊള്ളാത്തത്. ആ ഗൗത എന്ത് പണിയാ കാണിച്ചേ? മുതിർന്നവര് തടയുന്നത് ശരിയാണോ? വസുന്ധര നിധിയെ തല്ലിക്കോട്ടെന്ന് കരുതിയാ പോരായിരുന്നോ? എന്നാലും കുഴപ്പമില്ലമ്മേ, അവളോടൊരു യാത്ര പോലും പറയാതെയാ ഗൗതമെന്ന് പോയത്. എന്തായാലും നീ ആ പ്രണവിനെ തൽക്കാലം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്ത്. എങ്ങനെയെങ്കിലും ഗൗതമിന്റെ മനസ്സിൽ കേറിപ്പറ്റാനുള്ള വഴി നോക്ക്. നമുക്ക് ആ രണ്ടാം കെട്ടുകാരനെ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്ക്. നീ ഗൗതമിന് ഒരു ജീവിതം കൊടുക്കുമോളെ. ഞാൻ കൊടുക്കാഞ്ഞിട്ടാണോ? ഒന്നല്ല 9 ജീവിതം വേണമെങ്കിൽ ഗൗതമിന് കൊടുക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ അങ്ങനെ സ്വീകരിക്കണ്ടേ? നീയൊന്ന് ആഞ്ഞു പിടിച്ചാ മതി. അത് ഞാൻ ഏറ്റു. കയ്യിലുള്ള പ്രണവിനെ കളയാതെ തന്നെ ഉത്തരത്തിലുള്ള ഗൗതമിനെ ഞാൻ നേടിയെടുക്കും. അയ്യോ, അപ്പൊ രണ്ടുപേരും കെട്ടാനാണോ നിന്റെ പ്ലാൻ? അയ്യോ, അല്ല, അതില് തെറ്റൊന്നുമില്ല. പഴയ കാലത്ത് ചേട്ടനും അനിയനും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് പതിവായിരുന്നു. കുടുംബത്തിലെ സ്വത്തുക്കള് ഭാഗം വെച്ച് പോകാതിരിക്കാൻ അതാ നല്ലത്. ഇറ്റമ്മേ, ഈ നാണംകെട്ട വർത്താനം നിർത്തേ. ഒരേ സമയം രണ്ടിനെയും ലൈന് വലിക്കാനാ ഞാൻ ഉദ്ദേശിച്ചത്.
അഥവാ ഗൗതം വീണില്ലെങ്കിലും പ്രണവെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്റ്റെപ്പിനി. ആ മതി നിർത്ത്. നിധി എനിക്ക് വേണ്ടി കല്യാണാലോചന നടത്തുന്നത് അമ്മ അറിഞ്ഞില്ലേ? കൊറേ ഫോട്ടോകൾ ഇന്ന് കാണിക്കാന്നാ പറഞ്ഞത്. ആ ഫോട്ടോയൊക്കെ അവള് തന്നെ സൂക്ഷിച്ചു വെച്ചോട്ടെ. അവളുടെ രണ്ടാം കല്യാണത്തിന് അതിലൊരു തന്നെ സെലക്ട് ചെയ്യാം. അതെ, അവൾക്ക് ഉപകാരപ്പെടും. പിന്നെ അവളുടെ തള്ളയുണ്ടല്ലോ ചന്ദ്രിക, അവളും ഇപ്പൊ പത്തി ഉയർത്തി തുടങ്ങി. എന്നോട് തർക്കുത്തരം പറയാനും മാത്രം അവള് വളർന്നു. ഒക്കെ നിധി പഠിപ്പിച്ച് വഷളാക്കിയതാ. സാരല്ലമ്മേ, ഗൗതം ഉപേക്ഷിച്ച് നിധി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേ അനുഭവിച്ചോളും. അനുഭവിക്കണം. ചന്ദ്രയും നിധിയും അഭയാർത്ഥികളായി കഴിയുമ്പോ നീയും ഗൗതമും ഇവിടെ വിരുന്നിന് വരണം. ഹൂ, എനിക്ക് കാഴ്ച കണ്ടങ്ങ് ആസ്വദിക്കണം. ആ പിന്നെ മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞാലേ ആ വസുന്ധരയെ അവിടെ നടിച്ചു പുറത്താക്കണം. അവരെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ ടെൻഷൻ അടിക്കണ്ട. പ്രണവുമായോ ഗൗതവുമായോ എന്റെ കല്യാണം കഴിഞ്ഞാലേ ആ നിമിഷം ഞാൻ അവരെ അടിച്ചു പുറത്താക്കും. ഓ, എനിക്കും അവരെ സഹിക്കാൻ പറ്റില്ലമ്മേ. ആ പിശാചനെ ഞാനിവിടെ നിന്ന് ഉച്ചാടനം ചെയ്ത് ഏതെങ്കിലും കാഞ്ഞിര മരത്തിൽ ആണി അടിച്ച് തറയ്ക്കും. പിന്നെ ദുഷ്ടശക്തികൾക്കൊന്നും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോ ഉള്ള ഏക ദുഷ്ടശക്തി നീയാ. ആരെ കുറിച്ചാടി നീ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പിന്നെ നിധിയെ കുറിച്ച്. നിധി പിശാചന് ഞാനും ആന്റിയും കൂടെ ചേർന്ന് ഉച്ചാടനം ചെയ്യുമെന്ന് പറയായിരുന്നു. ഞാനേ പിന്നെ വിളിക്കാമേ. ആ ശരി മോളെ. നിധിയെ തകർക്കാനേ നീ ഇവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടുക്കളയിൽ പോയി പണിയെടുക്കണം. അടുക്കളയിലോ? ഞാനോ? എന്റെ കൈ തീരെ വയ്യ ആന്റി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗൗതമിനുള്ള ചോറും കറികളും ഇന്ന് നീ തന്നെ വെക്കണം. ജോലിക്കാരി ഇന്ന് ലീവാ. പിന്നെയുള്ളത് നീയാണല്ലോ. അതിനൊരു പ്രശ്നമുണ്ട് ആന്റി. എന്ത് പ്രശ്നം? താനെന്താ വണ്ടിക്ക് മുമ്പിൽ ചാടാൻ ശ്രമിക്കുകയാണോ? ഓ, ഒന്ന് തട്ടിയാലും സ്കൂട്ടറല്ലേ. നിഖിലേട്ടൻ വലിയ സ്പീഡിലൊന്നും അല്ലല്ലോ വന്നത്. ഇടിച്ചാലും ചെറിയ പരിക്കേ പറ്റുമായിരുന്നുള്ളൂ. എന്നെ കണ്ട് സ്കൂട്ടർ നിർത്താതെ പോകുമെന്ന് കരുതിയാ ഞാൻ റോഡിലോട്ട് ഇറങ്ങിയത്. ഏയ്, ഞാനൊരിക്കലും ആരെ അവോയ്ഡ് ചെയ്യാറില്ല. വേറെ ആരെയും ഓടിയില്ല, പക്ഷേ എന്നെ ഓടിയും. ഞാൻ വിളിച്ച ഫോൺ എടുക്കണമെന്ന് ചന്ദ്രിക എന്റെ നിഖിലേട്ടനോട് പറഞ്ഞതല്ലേ? അതെ. എന്നിട്ടെന്താ ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ എടുക്കാതിരുന്നത്? താൻ വിളിച്ചിരുന്നോ? ഞാൻ കണ്ടില്ല. ആ, ഞാൻ വിളിച്ചായിരുന്നു. 7 പ്രാവശ്യം വിളിച്ചായിരുന്നു. അതിൽ ഒരു മിസ് കോൾ പോലും കണ്ടില്ലേ? ഒരു വാരത്തിന് വേണ്ടി അത് സമ്മതിക്കാം. പക്ഷേ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് അതെന്താ ഓപ്പൺ ചെയ്യാത്തെ? പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് മെസ്സേജ് നോക്കിയില്ല. ഫോണിങ്ങോട്ട് ഞാൻ നോക്കട്ടെ. യാമിനി, എന്താ താൻ കാണിക്കുന്നത്? എന്റെ ഒഴികെ ബാക്കി എല്ലാ മെസ്സേജ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്റെ മെസ്സേജ് നോക്കുന്ന ടൈം മാത്രം പഠിക്കുമായിരുന്നല്ലേ? എന്തിനാ നിഖിലേട്ട എന്നെ ഒഴിവാക്കുന്നേ? എന്തായിരുന്നു പ്രശ്നം? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. യാമിനി എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? എന്താ തന്റെ പ്രശ്നം? നമ്മൾ തമ്മിലുള്ളത് ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണെന്ന് ആരും വിശ്വസിക്കില്ല. അമ്മയും ചേച്ചിയും പോലും എന്നെ തെറ്റിദ്ധരിച്ചു. എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് വേണോ?